അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമിം ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. SPYSS ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി രജിസ്റ്റേർഡ് ഹെഡ് ഓഫീസ് തുംകൂർ മലയാളം ഓൺലൈൻ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തി വരുന്ന ഭഗവത്ഗീത അധ്യയനം ഇപ്പോൾ ഭഗവത്ഗീതയുടെ 18ാമത്തെ അധ്യായം മോക്ഷസന്യാസ യോഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മോക്ഷസന്യാസ യോഗത്തെ പല ശ്ലോകങ്ങളും ഡിവിഷൻ ചെയ്തുകൊണ്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. 2 വ്യാഴാഴ്ചകളിൽ ആൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ ഭഗവത്ഗീത അധ്യയനത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ പരിപാടി ആദ്യം ധ്യാന ശ്ലോകം ധാത്രിയൊക്കെയാണ് ചെയ്യുന്നത്. ഹരിയോമക്ക. ഹരിയോമണ്ണ. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തവത്ര നേത്ര യേന ത്വയാ ഭാരതതൈലപൂർണക പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപകാം പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ യുക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോതീർണ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവാം പാരാശര്യ മജസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈ രഘരഘ പേവീയമാനം മുധാ ഭൂയാത് ഭാരത പങ്കജം കരിമലവൃത്തും സിനാശ്രേജസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാക്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്യന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തികം സാമഗാ. ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഹരി ഓം. ധ്യാന ശ്ലോകം ചെയ്ത ധാത്രിയൊക്കെ നന്ദി. അടുത്തതായി ചാൻഡിങ് റിവിഷൻ ആണ്.
ആദ്യത്തെ ശ്ലോകം 7, 8, 9 സരോജിനി കെ അക്കയും അതിനുശേഷം 10, 11, 12 ശ്ലോകങ്ങൾ ഓമന സി കെ അക്കയും ചാൻഡ് ചെയ്യുന്നതായിരിക്കും. ഹരി ഓം. ഭഗവത്ഗീതയിലെ അഷ്ടാദശോധ്യായത്തിലെ മോക്ഷ സന്യാസ യോഗ എന്ന അധ്യായമാണ് ഇന്ന് ഇവിടെ റിവിഷൻ ചെയ്യാൻ പോകുന്നത്, ചാൻഡിങ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. 7, 8, 9 എന്നീ ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്. നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാതസ്യ പരിത്യാഗ താമസ പരികീർത്തിതഃ ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത് ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത് കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്യുഗോ മതഃ. നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്യത്തെ ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവീ ഛിന്ന സംശയഃ നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം അവത്യത്യാഗിനാം പ്രേത്യ ന തു സന്യാസിനാം ക്വചിത്. ഹരി ഓം. ചാൻഡിങ് റിവിഷൻ ചെയ്ത സരോജിനി അക്കക്കും ഓമന അക്കക്കും നന്ദി. അടുത്തത് ചാൻഡിങ് ഗൈഡൻസ് ഇന്ദിരാദേവി അക്ക. ശ്ലോകം 13, 14, 15 റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ് ശോഭ മോഹനൻ അക്ക. അതിന്റെ എക്സ്പ്ലനേഷൻ ഗിരിജാർ അക്ക. ഹരി ഓം. ഓം ശ്രീ പരമാത്മനെ നമഃ. അഥ അഷ്ടാദശോധ്യായഃ മോക്ഷസന്യാസയോഗഃ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം 12 വരെ ഉള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. 13ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച പഞ്ചൈതാനി മഹാബാഹോ പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ കാരണാനി നിബോധ മേ പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം സിദ്ധയേ സർവകർമ്മണാം സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. ഈ 14ാമത്തെ ശ്ലോകം നോക്കാം. അധിഷ്ഠാനം തഥാ കർത്ത
അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം കരണം ച പൃഥഗ്വിധം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം വിവിധാഞ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. അടുത്ത 15-ാമത്തെ ശ്ലോകം നോക്കാം. ശരീരവാങ് മനോഭിർയത് ശരീരവാങ് മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ കർമ്മ പ്രാരഭതേ നരഃ ശരീരവാങ് മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ശരീരവാങ് മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ പഞ്ചൈതേ തസ്യ ഹേതവഃ ശരീരവാങ് മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ ശരീരം വാങ് മനോഭിർയത് കർമ്മ പ്രാരംഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇപ്പോൾ 13, 14, 15 എന്നീ ശ്ലോകങ്ങളുടെ അർത്ഥം, മോക്ഷസന്യാസ യോഗത്തിലെ 13, 14, 15 എന്നീ ശ്ലോകങ്ങളുടെ അർത്ഥത്തെ പറ്റി, അതിൻ്റെ വ്യാഖ്യാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചത് ഒന്നും കൂടി എല്ലാം ഭഗവാൻ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മഹാബാഹോ, അല്ലയോ അർജുന, സർവകർമ്മണാം, എല്ലാ കർമ്മങ്ങളുടെയും, സിദ്ധയെ, വിജയകരമായ നിർവഹണത്തിന്, കൃതാന്തേ, അതായത് കർമ്മ പരിസമാപ്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന, പിന്നെ സാംഖ്യേ പ്രോക്താനി, അധ്യാത്മശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള, ഏതാനി പഞ്ചകാരണാനി മേ നിബോധ, ഈ 5 കാരണങ്ങളെ എന്നിൽ നിന്ന് മനസ്സിലാക്കിയാലും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കിതിൻ്റെ അന്വയം നോക്കാം. തൻ്റെ ഉപദേശങ്ങളിലെല്ലാം കർമ്മം ചെയ്യണമെന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ഓരോ ഭാഗത്തും പറയുന്നുണ്ട്. തൻ്റെ ഉപദേശങ്ങളിലെല്ലാം കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. ജീവിതം വാസ്തവത്തിൽ കർമ്മപ്രവാഹമാണല്ലോ. ആ പ്രവാഹം വിഘ്നം കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. കർമ്മം ചെയ്യുന്നതിൽ താല്പര്യം ആദ്യം കാണിക്കേണ്ടത് മനുഷ്യന്റെ മനസ്സാണ്. ഉത്സാഹവും ഉന്മേഷവും ഇല്ലെങ്കിൽ മനുഷ്യന് തുടർച്ചയായി കർമ്മം ചെയ്യാൻ സാധ്യമല്ല. കർമ്മം ചെയ്താൽ മാത്രം പോരാ,
അതിൽ വിജയിക്കുക കൂടി വേണമല്ലോ. അപ്പോ കർമ്മങ്ങളുടെ വിജയകരമായ പരിസമാപ്തിക്ക് 5 പ്രധാന ഘടകങ്ങൾ യോജിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. പ്രവർത്തിക്കണമെങ്കിൽ പല ഘടകങ്ങളുടെയും സഹകരണം ആവശ്യമാണല്ലോ. ആവശ്യമായ ഘടകങ്ങൾ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ കർമ്മം ശരിയായി നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഫാക്ടറി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വളരെ കൃത്യമായി നടത്തണ്ടേ, എല്ലാം കൃത്യമായി ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിന്റെ കാര്യം. മനുഷ്യന്റെ കർമ്മവും വിജയിക്കണമെങ്കിൽ ബാഹ്യവും ആന്തരികവുമായ പല ഘടകങ്ങളും ഒന്നിച്ച് യോജിപ്പോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് പറയുകയാണ്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്. നോക്കാം, അതൊന്ന് വായിക്കാം. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം തഥാ കർത്ത. അധിഷ്ഠാനം എന്ന് പറയുമ്പോൾ ശരീരമാണ് അവിടെ പറയുന്നത്. കർത്താവ്. അപ്പോ പൃഥക്വിധം കരണം ച. അപ്പോ വിവിധ കരണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ. വിവിധാഹ പൃഥക് ചേഷ്ടാഹ വിവിധ ചേഷ്ടകൾ. അത്ര പഞ്ചമം ദൈവം ച, 5ാമതായിട്ട് ദൈവവും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും കൂടി വിശദീകരിച്ചു നോക്കാം. ശരീരം, കർത്താവ്, ഇന്ദ്രിയങ്ങൾ, ചേഷ്ടകൾ, ഇത് പ്രവർത്തിപ്പിക്കുന്നതാണ് കേട്ടോ. ദൈവം എന്ന് പറയുമ്പോൾ അധിഷ്ഠാന ദേവതകളാണ്. ഇവയാണ് കർമ്മത്തിനാവശ്യമായ 5 ഘടകങ്ങൾ. ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തെ തന്നെയാണ്. മനുഷ്യനില്ലെങ്കിൽ കർമ്മവുമില്ലല്ലോ. അതുകൊണ്ട് ശരീരം കർമ്മത്തിന് അത്യാവശ്യമായ ഘടകം തന്നെയാണ്. ശരീരത്തിന് കർത്താവ് ഉണ്ടാകുമല്ലോ. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ് തന്നെയാണ് കർത്താവ്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയാണ് ഭഗവാൻ കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണ്? കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇവയാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഇവയിലൂടെ ആണ് മനുഷ്യൻ ഈ മനസ്സ് ബാഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക് എന്നിവയിലൂടെയാണ് മനുഷ്യര് ബാഹ്യവിഷയങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഇപ്പൊ ചേഷ്ടകൾ എന്നാൽ കർമ്മേന്ദ്രിയങ്ങൾ. എന്നാണ് അർത്ഥം. പ്രവർത്തിപ്പിക്കുന്ന കാരണങ്ങളാണല്ലോ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പം വായ, കൈകൾ, കാലുകൾ, പായു, ഉപസ്ഥം. നമ്മൾ ഗണപതി നമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം പറഞ്ഞാണ് ചെയ്യുന്നത്. 21 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ 5 എണ്ണമാണ് ഈ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ 5ാമതായിട്ട് ദൈവത്തെയും ഭഗവാൻ കർമ്മത്തിന്റെ ഘടകമായി കണക്കാക്കിയിരിക്കുന്നു. മറ്റ് 4 ഘടകങ്ങൾ ഉണ്ടെങ്കിലും അധിഷ്ഠാന ദേവതകളുടെ സഹായമില്ലെങ്കിൽ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ പറഞ്ഞ ഓരോ ജ്യോത്സ്യന്മാരൊക്കെ നോക്കുമ്പോൾ, ശരിയായ ജ്യോത്സ്യന്മാരൊക്കെ നോക്കുമ്പോൾ പറയില്ലേ, നമ്മുടെ കുടുംബ പരദേവത, നമ്മുടെ അധിഷ്ഠാന ദേവതയുടെ സഹായമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രഗതിക്രിയ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയും. നമ്മൾ ഓർക്കും അതൊക്കെ വെറും നിസ്സാരം. പക്ഷെ അല്ല, അതിലൊക്കെ വസ്തുതകൾ ഉണ്ട് എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. അപ്പോ ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് അതാതിന്റെ അധിഷ്ഠാന ദേവതകളാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ പഞ്ചമഹാഭൂതങ്ങളാകുന്നു. ചെവിക്ക് ആകാശവും, ത്വക്കിന് വായുവും, കണ്ണിന് അഗ്നിയും, നാവിന് ജലവും, മൂക്കിന് ഭൂമിയുമാണ് അധിഷ്ഠാന ദേവതകൾ. ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെയാണ് ഭഗവാൻ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രസ്തുത വിവരണത്തിൽ നിന്ന്
ഭഗവാൻ പറഞ്ഞ 5 ഘടകങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. അതായത് ശരീരം, കർത്തൃത്വാഭിമാനിയായ ജീവൻ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ. അങ്ങനെ ഈ 5 കാര്യം ഒരു പ്രാവശ്യം കൂടി പറയാം. ശരീരം, കർത്തൃത്വാഭിമാനിയായ ജീവൻ, പിന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ. ഇതാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. അടുത്തതായിട്ട് 15ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ശരീരവാങ് മനോഭിര്യത് കർമ്മ പ്രാരഭത്തെ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. നരഃ ശരീരവാങ്മനോഭിഹി. മനുഷ്യൻ മനസ്സുകളെ കൊണ്ട് ന്യായം വാ വിപരീതം വാ, നല്ലതോ ചീത്തയോ ആയ. ന്യായം നല്ലത്, വാ വിപരീതം ന്യായത്തിന്റെ വിപരീതം, നല്ലതിന്റെ വിപരീതം, നല്ലതോ ചീത്തയോ. അതുപോലെ യത് കർമ്മപ്രാരഭതേ എന്ന് പറയുമ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നുവോ, തസ്യ ഏതേ പഞ്ചഹേതവഃ, അതിന് ഈ 5 കാരണങ്ങൾ എന്നിവിടെ വിശദീകരിച്ചു തരികയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യൻ മനസ്സ്, വാക്ക്, ശരീരം എന്നിവ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സത്യമൊക്കെ പറയില്ലേ, നമ്മളൊക്കെ സത്യം പറയുമ്പോൾ മനസാ വാചാ കർമ്മണ എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണത്. മനസാ വാചാ കർമ്മണ എന്ന് നമ്മൾ ഒന്നിച്ചു പറയും. ഒന്നിച്ചു പറഞ്ഞിട്ട് കർമ്മണ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കർമ്മം അതാണ്, പ്രവൃത്തിയെയാണ്. ഭഗവാൻ പറഞ്ഞ 5 ഘടകങ്ങൾ ഉപയോഗിച്ചാണ് എല്ലാവരും നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ 5 ഘടകങ്ങളെയും കർമ്മത്തിന്റെ കരണങ്ങൾ എന്ന് പറയും. കർമ്മത്തിന്റെ കരണങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് 5 ഘടകങ്ങളുടെ സഹകരണത്തോടെ ചെയ്യുന്ന യജ്ഞമാണ്. അതാണ് ഭഗവാൻ കർമ്മം എന്ന് പറയേണ്ടിടത്തെല്ലാം യജ്ഞം എന്ന പദം ബോധപൂർവം ഉപയോഗിച്ചത്. ബ്രഹ്മം നിത്യവും യജ്ഞത്തിലാണ് അഥവാ കർമ്മത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് 3-ാം അധ്യായത്തില് അതായത് കർമ്മയോഗത്തിലെ 15-ാം ശ്ലോകത്തിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊന്നും കൂടി ഒന്ന് ഉറപ്പിക്കുകയാണിത്. അതുപോലെ കർമ്മം ചെയ്യുന്നു എന്ന് അഹങ്കാരത്തോടെ മനുഷ്യൻ പറയുമ്പോൾ 5 ഘടകങ്ങളുടെ സഹകരണം കൊണ്ടാണ് തനിക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുന്നതെന്ന് വ്യക്തികൾ ഓർക്കുന്നതേയില്ല. പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം തന്നെ ഈ ഘടകങ്ങളുടെ കൂട്ടായ്മയോടെയാണ് നടക്കുന്നത്. പ്രപഞ്ച പ്രവർത്തനം സഹകരണ യജ്ഞമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ശ്ലോകങ്ങളിലൂടെ പഠിക്കുന്നത്. 5 മറന്നു പോകണ്ട. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കുക. ഹരിയും. എനിക്കിതിന് ഒരവസരം തന്ന SPYSS ഭാരവാഹികൾക്ക് എൻ്റെ പ്രത്യേകം നന്ദിയും നമസ്കാരം. ഹരി ഹരി ഓം. പതിമൂന്ന് 14 15 ചാൻഡിങ് റെപ്പിറ്റേഷൻ ചെയ്ത ശോഭാ മോഹനനക്കും അത് നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്ത ഗിരിജാറക്കും നന്ദി. അടുത്തത് ശ്ലോകം 16 17 18 റെപ്പിറ്റേഷൻ സരസ്വതി ആറക്ക, എക്സ്പ്ലനേഷൻ EV നായരാണ്, ചാൻഡിങ് ഗൈഡൻസ് ബൈ ഇന്ദിരാദേവി അക്ക. ഹരി ഓം. ഹരിയോ. നമുക്കിനി 16 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 16. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതിഃ
തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തു യഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തു യഃ. പശ്യത്യകൃതബുദ്ധിത്വാദ് ന സ പശ്യതി ദുർമതിഃ. പശ്യത്യകൃതബുദ്ധിത്വാ ന സ പശ്യതി ദുർമതിഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തു യഃ. പശ്യത്യകൃതബുദ്ധിത്വാദ് ന സ പശ്യതി ദുർമതിഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തു യഃ. പശ്യത്യകൃതബുദ്ധിത്വാ ന സ പശ്യതി ദുർമതിഃ. അടുത്തായി 17-ാമത്തെ ശ്ലോകം നോക്കാം. യസ്യ നാഹം കൃതോ ഭാവാഃ യസ്യ നാഹം കൃതോ ഭാവോഃ ബുദ്ധിർയസ്യ ന ലിപ്യതേ. ബുദ്ധിർയസ്യ ന ലിപ്യതേ. ഹത്വാപി സ ഇമാം ലോകാൻ ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. ന ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോഃ ബുദ്ധിർയസ്യ ന ലിപ്യതേ. യസ്യ നാഹം കൃതോ ഭാവോഃ ബുദ്ധിരസ്യ ന ലിപ്യതേ. ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോഃ ബുദ്ധിർയസ്യ ന ലിപ്യതേ. ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. യസ്യ നാഹം കൃതോ ഭാവോഃ ബുദ്ധിരസ്യ ന ലിപ്യതേ. ഹത്വാപി സ ഇമാം ലോകാൻ ന ഹന്തി ന നിബധ്യതേ. അടുത്തായി 18-ാമത്തെ ശ്ലോകം നോക്കാം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന. ത്രിവിധാ കർമ്മ ചോദന. കരണം കർമ്മ കർത്തേതി കരണം കർമ്മ കർത്തേതി. ത്രിവിധഃ കർമ്മ സംഗ്രഹഃ. ത്രിവിധ കർമ്മ സംഗ്രഹഃ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന. കരണം കർമ്മ കർത്തേതി ത്രിവിധഃ കർമ്മ സംഗ്രഹഃ. കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹഃ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന. കരണം കർമ്മ കർത്തേതി ത്രിവിധഃ കർമ്മ സംഗ്രഹഃ. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധാ കർമ്മ ചോദന. കരണം കർമ്മ കർത്തേതി ത്രിവിധാ കർമ്മ സംഗ്രഹഃ. അപ്പോൾ അവസാനത്തെ അധ്യായത്തിലെ 16, 17, 18 ഈ 3 ശ്ലോകങ്ങളുടെ സാരാംശം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ 15-ാമത്തെ ശ്ലോകത്തില് വളരെ വിസ്തരിച്ചിട്ട് ഗിരിജാക്ക എന്താണ് ഇതിന്റെ 5 കാരണങ്ങൾ എന്ന് അല്പം ചാർജ് കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നത് ഡള്ളായി. അപ്പോഴ് അത് കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശ്ലോകം വളരെ ക്ലിയർ ആയിട്ട് പറയാന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഇതിന്റെ അധിഷ്ഠാനം. ആ ശ്ലോകത്തില് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥഗ്യുതം
വിവിധശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവത്ര പഞ്ചമം. ഈ 5 കാരണങ്ങള് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധിഷ്ഠാനം അല്ലെങ്കിൽ ശരീരം. കാരണം ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു പ്രവൃത്തിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഏത് കർമ്മത്തിന്റെയും പുറകിലുള്ളത് ഈ 5 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ശരീരം, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനം, രണ്ടാമത്തേതാണ് കർത്ത അല്ലെങ്കിൽ ചെയ്യുന്ന ആൾ. ആരാണോ ഈ കർമ്മം ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡുവർ എന്ന് പറയും, ആരാ ചെയ്യുന്ന അയാള്. പിന്നെ മൂന്നാമത്തത് കരണം. കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ഒരു ഉപകരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കർമ്മങ്ങളുടെ പുറകിലും ഒരു ഇന്ദ്രിയമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു കാഴ്ച കണ്ടു, ഇന്ദ്രിയത്തിൽ കണ്ണിലൂടെ നമ്മൾ കണ്ടപ്പോഴാണ് അതിനെ ഒന്ന് കാണണമെന്നോ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്ക് വരുന്നത്. അതുപോലെ ഇപ്പൊ നമുക്ക് നല്ലൊരു ശബ്ദം കേട്ടു, എവിടെ നിന്നോ നല്ല മനോഹരമായ ശബ്ദം കേട്ടു, നമ്മുടെ ചെവിയിൽ അത് കേട്ടപ്പോൾ നമ്മളത് അന്വേഷിച്ച് പോവുകയാണ്. ആ പോവുക, അന്വേഷിക്കുക എന്നുള്ള ഒരു കർമ്മമാണ്. അപ്പൊ അവിടെ നമ്മുടെ ആ മൂന്നാമത്തെ ഘടകമായിട്ട് വരുന്നത് ഈ കരണം എന്നതിൽ ഇവിടെ ശ്രുതി അല്ലെങ്കിൽ ശബ്ദം കേട്ടു എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഈ കരണമാണ്. ഇതൊക്കെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ദി ഡ്യൂട്ടി എന്ന് പറയും, അല്ലെങ്കിൽ കർമ്മം എന്ന് പറയും. പിന്നെ വരുന്നത് ചേഷ്ട. ചേഷ്ട ഇല്ലാതെ ഒരു കർമ്മം നടക്കുന്നില്ല. ചേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പറയാം പരിശ്രമം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയും. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പുറകിലുള്ള ഈ 5 കാരണങ്ങളെയാണ് ഭഗവാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഈ 5 ഇതും ചേർന്ന് അവസാനത്തെ ഏതാണ്? ദൈവമാണ്. സൂപ്പർ സോൾ എന്ന് പറയാം. നമ്മുടെ ദൈവത്തിന്റെ ഒരു വിധിയുണ്ട് എല്ലാ ക്രിയകൾക്കും, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ദൈവ വിധിയുണ്ട്. അപ്പോ ശരീരം വേണം, കർത്ത വേണം, ഇന്ദ്രിയങ്ങൾ വേണം, പിന്നെ പരിശ്രമം വേണം, അഞ്ചാമതായിട്ട് ദൈവാധീനം വേണം. ദൈവത്തിന്റെ അധീനം എന്നല്ല ഇതിന് അർത്ഥം പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു കർമ്മം നടക്കുന്നത്. ഏത് കർമ്മമാണെങ്കിലും നടക്കുന്നത് ഈ 5 ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻ കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പോ ഇവിടെ ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞ തത്ര ഏവം സതി കർത്താരം ആത്മാനം കേവലം തുയാ എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് 4 കാരണങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ 4 കാരണങ്ങളെ മനസ്സിലാക്കാതെ ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവം, ഇതാണ് എന്റെ പ്രശ്നം. ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കർമ്മം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലല്ല. ഇതിന് ആത്യന്തികമായിട്ട് ദ പ്രൊവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവേച്ഛ അതാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഈ വെറുതെ കർമ്മം ചെയ്തത് ഞാൻ ചെയ്തു എന്ന് അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് ആ 16-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ പിന്നെ അതിന് രണ്ടാമത് പറയുന്നുണ്ട് പശ്യതി അകൃത ബുദ്ധിത്വാൻ ന സ പശ്യതി ദുർമതി. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ ഇത് ഞാനാണ് ചെയ്തത് എന്ന് പറയില്ല, അല്ലെങ്കിൽ അഹങ്കരിക്കില്ല. അത് എന്ന് പറഞ്ഞാൽ ഈ ഇന്റലിജന്റ് ആയിട്ടുള്ളവൻ ഇങ്ങനെ ഒരു ദുർമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂളിഷ് ആയിട്ടുള്ളത് ചിന്തിക്കില്ല. കാരണം എന്റെ കയ്യിലാണ് ഇതുള്ളത് എന്നുള്ള ആ ബോധം അവൻ ഉണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം. അപ്പോൾ ഇത് നേരത്തെയും പറഞ്ഞാണ്, അക്കയെ ഒന്ന് സൂചിപ്പിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഇതിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാണ്, കൃഷ്ണൻ പറയുന്നുണ്ട്, പ്രകൃതിയെ ക്രിയമാണാനി ഗുണവു കർമാണിഹ സർവസഹ അഹങ്കാരം വിമൂഢാത്മ ഭർത്താരമഹതി മന്യതേ.
ഈ അഹംഭാവമുള്ളവനാണ് ഇത് ഞാൻ എന്ന് പറയുന്നതെന്നാണ് നേരത്തെ കർമ്മയോഗത്തിൽ പറഞ്ഞത്. മറ്റുള്ളവരാരും ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം, ദൈവേച്ഛയാണ് നടക്കുന്നത് എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഈ ഞാൻ എന്നുള്ള ഭാവം അവിടെ വരില്ലെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ഈശ്വരന്റെ പ്രവൃത്തിയാണ്. നമ്മൾ അതിൽ ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. ശരീരം ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. പിന്നെ ഇതിലുള്ള ഓരോ ഇന്ദ്രിയങ്ങളും ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ദൈവത്തിന്റെ കയ്യിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന ഈ ഞാൻ എന്ന് പറയുന്ന മുഴുവൻ ഞാൻ ഒന്നുമല്ല, ഇതെല്ലാം ദൈവേച്ഛയാണ് എന്നുള്ള ആ സാരമാണ് ഇതിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതില് ഇപ്പോ ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞു ആരാണ് മൂഢൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്റേതാണ് എന്നുള്ള ഒരു ഭാവമുള്ളവൻ മൂഢനാണെങ്കിൽ 17ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് താൻ കർത്താവാണെന്ന ഭാവമില്ലാതെ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെയുള്ളവൻ ലോകം മുഴുവനും നശിപ്പിച്ചാലും നശിപ്പിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത് ആരാണ് ബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഫൂളിഷ്നെസ് ആണ്, ദുർമതിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആ ശ്ലോകത്തിൽ ഈ പറയുന്ന 17ലാണ്. ഇതിൽ പറയുന്നത് യസ്യന അഹംകൃതാഭാവോ, ആരോ അഹങ്കാരം എന്ന ഭാവത്താൽ ഉത്തേജിക്കപ്പെടുന്നില്ല. ബുദ്ധിരസ്യനാൽ ഇച്ഛതേ, ഇന്റലിജൻസ് എൻടാങ്കിൾഡ് ആയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ഒരു ബുദ്ധി. അങ്ങനെ അല്ലാത്തവൻ നശിപ്പിച്ചാലും നശിപ്പിച്ചു എന്ന് പറയപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു വിരോധാഭാസം പോലെ തോന്നും. പക്ഷെ ഇതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എവിടെയാണെന്ന് പറഞ്ഞാല് അർജുനനാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഓർക്കണം. അർജുനനോട് പറയുന്നത് അർജുനൻ ആദ്യം പറയുന്നുണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയും. ഇതിന്റെ തുടക്കത്തില് യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്ന അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. രണ്ട് പോരാളികളുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പടയുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തുമ്പോൾ അർജുനൻ പറയും എനിക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ശ്രീകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം നിന്റെ വ്യർത്ഥമായ മോഹങ്ങളാണ്, ഇതെല്ലാം നീ ചെയ്യുന്നതല്ല. അപ്പോ നീ നശിപ്പിച്ചാലും നീ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനനെ വെറും നിയോഗിക്കപ്പെട്ടവനാണ്. അർജുനായിട്ട് ആരെയും കൊല്ലുന്നില്ല. അർജുനാൽ കൊല്ലപ്പെടണം എന്നുള്ള വിധി നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിപ്പോ ദുര്യോധനായിക്കോട്ടെ, ദ്രോണരായിക്കോട്ടെ, സ്വന്തം ഗുരുവായിക്കോട്ടെ, ആരായിരുന്നാലും അർജുനനാൽ നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എങ്കിലും അർജുനൻ നശിപ്പിച്ചു എന്ന് എവിടെയും ഭാഗവതത്തിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ പറയുന്നില്ല. കാരണം അത് അവന്റെ നിയോഗമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോഴാണ് 2ാമത്തെ ശ്ലോകത്തിന്റെ 17ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അതാണ് കാണിക്കുന്നത്. നീ നശിപ്പിച്ചാലും നീ നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് 2ാമത് പറയുന്നത് അവസാനം നഹന്തിന നിബദ്ധതേ, നീ അതിന് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ നീ കൊന്നു എന്നുള്ളതിന് നീ ബാധ്യസ്ഥനാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിൽ 2ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ ആരാണ് ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതെല്ലാം ഒരു വിധി നിർണയം മാത്രമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ 3ാമത്തെ ശ്ലോകത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട് 3 തരത്തിലാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ്. 2 ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവിനുള്ള വിഷയം ഏതാണോ നമുക്ക് അന്വേഷിച്ച് അറിയേണ്ടത് അതിനുള്ള വിഷയം. പരിജ്ഞാത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നവൻ. ഈ 3 പേരുടെ കോമ്പിനേഷനിലാണ് നടക്കുന്ന എല്ലാം പ്രവൃത്തിയും നടക്കുന്നത്. ഇന്ദ്രിയങ്ങൾ, പ്രവൃത്തി, അത് ചെയ്യുന്നവൻ എന്നിങ്ങനെ കർമ്മത്തിന്റെ ഉപകരണങ്ങൾ 3 എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതെ, കർമ്മം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നത് അറിവ് നമുക്ക്. കാരണം ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യാന്ന് വെച്ചപ്പോ ഇത് ഭാഗവതത്തിലെ യുദ്ധം തന്നെ ആയിക്കോട്ടെ, അതിന് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യാനുള്ള കാരണത്തിനെ പറ്റിയിട്ട് വളരെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഭാഗവതത്തില്
അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ തുടക്കത്തിൽ അത്ര പറയുന്നില്ല, കാരണം യുദ്ധകളത്തിലെ രംഗമാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ, കാരണം എന്ന് പറഞ്ഞാല് ഭഗവത്ഗീത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിന്റെ വെറും ഒരു ചാപ്റ്റർ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോഴേ മഹാഭാരതത്തിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ അനീതി നടന്നു, എന്തുകൊണ്ടാണ് അർജുനനും ബാക്കി 5 പഞ്ചപാണ്ഡവന്മാരും പിന്നെ കൗരവർക്ക് എതിരായിട്ട് എന്തുകൊണ്ട് യുദ്ധത്തിന് പോകേണ്ടി വന്നു എന്നുള്ള അതിന് വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ വിശദീകരണത്തോടുള്ള കഥകൾ അതിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് അതിന്റെ കാരണമാണ്. അപ്പോൾ അത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാനുള്ളതിന്റെ അറിവ് അല്ലെങ്കിൽ ആ ന്യായം നേരത്തെ കിട്ടി. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ യുദ്ധമാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ കർമ്മം എന്നുള്ള ഒരു പ്രവൃത്തിയുടെ 3 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്ന് അതിനുള്ള അറിവ്, പിന്നെ മൂന്നാമത്തത് ഇത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പരിജ്ഞാത, ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടവൻ ആരാണ്. അപ്പോ ഭഗവാൻ പറയാണ് ഇതെല്ലാം ഒരു പ്രവൃത്തിയുടെ പല ഭാഗങ്ങളാണ്. ഇതിലൊന്ന് നമ്മൾ സ്വന്തമായിട്ട് ഇത് ഞാൻ ചെയ്തു. ഇപ്പൊ ഇതിൽ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാനാണ്, ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഇതെല്ലാം എന്റേതാണ്. ഒന്നതിന്റെ അതിനെ പറയുന്നത് ഓണർഷിപ്പ് ഫാക്ട് എന്ന് പറയും. ഇത് എന്റേതാണ്, സ്വന്തമാണ്, അല്ലെങ്കിൽ ഇത് എന്റെ പരിശ്രമം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഈ ഭാവങ്ങൾക്കൊന്നും അതിന്റെ അർത്ഥമില്ല എന്നത് വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ 5 കാരണങ്ങളിൽ അവസാനം പറയുന്നത് ദൈവേച്ഛ, ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ആവർത്തിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോ ഇന്നിപ്പോ 3 ശ്ലോകങ്ങളിൽ മാത്രം, പക്ഷെ ഈ 3 ശ്ലോകങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ 15ന്റെ കണ്ടിന്യൂഷൻ ആണ് 16 വരുന്നത്. അപ്പൊ അതിനോട് 16 മാത്രമായിട്ട് ഒരു പ്രസക്തി ഇല്ല. 15 പറഞ്ഞ ഈ 5 കാരണങ്ങളുടെ അതിന്റെ എങ്ങനെയാണ് അതുകൊണ്ട് കർമ്മങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം മാത്രമാണ് ഈ പിന്നെ ബാക്കി 3 ശ്ലോകങ്ങളിലും കൂടെ പറയുന്നത്. 15ഉം 16ഉം 17ഉം 18. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. എനിക്ക് ഈ അവസരം തന്ന സമിതിയോടും പിന്നെ ഗോവർണറോടും സിന്ധു ഒക്കെ നന്ദിയുണ്ട്. പിന്നെ ഇതെല്ലാം നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങളോടും, കാരണം വിശദീകരിച്ചിട്ട് പറയാനുള്ള ചെറിയൊരു അസൗകര്യം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്നത്. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്ലോകം 16, 17, 18 റെപ്പിറ്റേഷൻ ചെയ്ത സരസ്വതി ആറക്ക, എക്സ്പ്ലനേഷൻ ചെയ്ത ഇ വി നാരായണൻ, അതുപോലെ ചാൻഡിങ് ഗൈഡൻസ് കൊടുത്ത ഇന്ദിരാദേവി അക്ക എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ ബാക്കപ്പായിട്ട് നമുക്ക് ചാൻഡിങ്ങിന് സരോജിനി അക്കയും എക്സ്പ്ലനേഷന് വേണ്ടി ഗംഗ അക്കയും ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും അവർക്കും കൂടി നന്ദി പറയുന്നു. ഗംഗ അക്ക. ഹരി ഓം. ഇ വി നാരായണൻ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. 16ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ആരാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനാണ് കർത്താവ്, ഞാൻ കാരണമാണ്, അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ ഒരു എന്താ പറയാ ദുഷ്ടബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമിയിൽ കടന്ന് ഉഴന്ന് വേണ്ടാത്തതും വേണ്ടതുമായ എല്ലാ പ്രാരബ്ധങ്ങളും അനുഭവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം ബുദ്ധി പ്രവർത്തിക്കാത്തവൻ ഈ കർമ്മരഹസ്യത്തെ പറ്റി അറിയുന്നില്ല. അപ്പൊ ഓരോ കർമ്മത്തിനും ഒരു പ്രതികർമ്മമുണ്ട്. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ കർമ്മരഹസ്യം അറിയാത്തവൻ ഞാൻ ചെയ്യുന്നു, ഇതിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു, ഇങ്ങനെ എന്നിൽ മാത്രം ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്തൃത്വം, അതൊക്കെ എടുത്ത് അയ്യോ ഞാൻ പുണ്യം ചെയ്തു, ഞാൻ പാപം ചെയ്തു, അങ്ങനെ സന്തോഷിക്കുക, സങ്കടപ്പെടുക, അങ്ങനെ സംസാര ബന്ധത്തില് ഒരു കർമ്മയോഗിയായിട്ട്, അതായത് നമ്മളുടെ കടലിലെ ഒരു തിരമാലയിലെ ഒരു ചെറിയ തിര പോലെ ഒരു സ്പന്ദനം മാത്രമാണ് ഞാൻ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ തിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ ശരീരം ഒരു കരണം മാത്രമാണ്, ഒരു ഉപകരണം. അപ്പൊ എല്ലാം ഈശ്വര നിശ്ചയാണ്, ഭഗവാനാണ് എല്ലാം നടപ്പിലാക്കുന്നത്. എല്ലാം ഈശ്വരാർപ്പണം മാത്രമായി ചെയ്ത് കർമ്മം ചെയ്യുക, അതിനാണ് കർമ്മമോചനം. അപ്പൊ കർമ്മമോചനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ദുർമതിയാണ്, ദുഷ്ടബുദ്ധിയാണ്, വേണ്ടാത്ത ബുദ്ധി ഉള്ളതുകൊണ്ടാണ്
അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ കർമ്മഫലം കൊണ്ട് ഞാൻ ദുഃഖിക്കുക അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷെ അതേസമയം എല്ലാം ഈശ്വരന്റെ ലീലാവിലാസമാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് 16-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതേപോലെ തന്നെ 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ജീവാത്മാവ് കർത്തൃത്വത്തോട് കൂട്ടുപിണഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാള് ഒരിക്കലും ഒരു കർമ്മവും നമ്മളെ ബാധിക്കുന്നില്ല. ആർക്കാണോ ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടെന്നും ഈ വ്യക്തിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന ചിന്ത ഇല്ലാണ്ട്, അതായത് ഫലചിന്ത ഇല്ലാണ്ട്, അതായത് ഒട്ടലില്ലാതെ നമ്മളെപ്പോഴും ഒട്ടിയും കൊണ്ടാണ്, അങ്ങനെയുള്ള ആള് സ്വതന്ത്രനാണ്. അപ്പൊ ആ ആൾക്ക് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയും. ഭഗവാൻ ഈ 17-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹത്വാ അഭി, കൊല്ലല് പോലും അങ്ങനെയുള്ള ആൾക്ക് എന്താ പറയാ ഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അത് അയാളെ ബാധിക്കുന്നില്ല എന്ന്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഉയർന്ന തലത്തിലുള്ള ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും കൊന്നാല് ഫലം അനുഭവിക്കില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ചാ ലൗകികമായി നമുക്ക് ഇതിനെ കൂട്ടിക്കഴിക്കാൻ പറ്റില്ല. ഭഗവാൻ ഇത് ആരോടാ പറയണത്? അർജുനനോടാണ് പറയണത്. അർജുനന്റെ കർമ്മം എന്താ? അർജുനൻ അവിടെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ കൊല്ലേണ്ടതായ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹത്യ അത് അതിന്റെ എന്താ പറയാ കാരണം നോക്കുമ്പോ അത് ചെയ്യുന്നത് കൊണ്ട് അർജുനന് പാപം വരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മളെ ഒരാളെ കുത്തിക്കൊല്ലാൻ വേണ്ടി വന്നു, നമ്മളെ വീട്ടിൽ കടന്നു കയറി. അപ്പൊ ഇങ്ങോട്ട് വന്ന ആളെ നമ്മൾ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും ചെയ്താൽ അതൊരു ഞാൻ മനസ്സിലാക്കിയത്തോളം അതിന് നിയമപ്രകാരം പോലും എന്താ പറയാ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് പാപമില്ല. അപ്പോ ഈ പുണ്യപാപത്തിൽ നിന്ന് മുക്തനാക്കപ്പെടുന്നു അങ്ങനെ ഒരാള്. നാരായണൻ ഒന്ന് കറക്റ്റ് ചെയ്യണേ, ഞാൻ പറയുന്നതിൽ തെറ്റ് വരുന്നുണ്ടെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയതാണേ ഞാൻ പറയുന്നത്. അപ്പൊ ചെയ്യുന്നതിന്റെ ആ ഭാവമാണ് പ്രധാനം. ഏത് ഭാവത്തിലാണ് ഞാൻ ചെയ്യുന്നത്? അപ്പൊ അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് 4 ആളെ കൊല്ലാം എന്നുള്ളതല്ല. ആ താഴ്ന്ന ലെവലിൽ ചിന്തിക്കാതെ ഉയർന്ന ലെവലിൽ തന്നെ ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. എപ്പോഴും ഓർക്കണം, ഈ ഗീത ഉപദേശം അർജുനനോട് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുള്ളത് നമ്മൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ച് അതാത് കാര്യത്തില് വേണ്ട പോലെ ഉൾക്കൊള്ളലാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയാണ്, ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉപദേശിച്ചത്. അർജുനനോട് പറഞ്ഞെങ്കിലും അത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളുടെ കർമ്മപഥത്തിൽ എങ്ങനെ ഗീത ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം 18-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്താ പറയണ വെച്ചാല് ഏതൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വേണം. അതാണ് ജ്ഞാനം. ആ എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞത് അതാണ് ജ്ഞേയം. ഇനി ഇത് അറിയുന്നവൻ ആരാണോ അവനാണ് പരിജ്ഞാത. അപ്പൊ ഒരു സ്വർണം കുഴിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ സ്വർണം ഇത്ര വിലയുള്ളതാണ്, സ്വർണം കുഴിച്ചെടുത്താൽ എനിക്ക് ഇത്ര പൈസ കിട്ടും, അങ്ങനെയൊക്കെ അറിവ്, ആ ഒരു അറിവാണ് ജ്ഞാനം. എന്നിട്ട് ഇതെവിടെയുണ്ട്, ഇതെങ്ങനെ കുഴിച്ചെടുക്കാം, ഇത് കുഴിച്ചെടുത്താൽ നമുക്ക് എന്ത് ഗുണമുണ്ട്, ഇതിനെ ആരെ നമ്മൾ സമീപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് കർമ്മത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞേയം എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ എന്താ പറയാ ഈ ഒരു അറിവ് ശരിയായ വിധത്തിൽ നടപ്പാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് പരിജ്ഞാതാവ്. അപ്പൊ ബ്രഹ്മ അന്വേഷണം ഇതേപോലെയാണ്. പ്രപഞ്ചത്തിൽ ഒരു ബോധസ്വരൂപമുണ്ട് നമ്മൾ അറിയുന്നു. ഇതറിയാത്ത ആൾക്ക് ഒരു വിലയില്ല കേട്ടോ. അറിയാത്ത ആളെ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല. അറിയുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഒരു പരമാത്മ സ്വരൂപം, ഒരു ചൈതന്യമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ആ നിയന്താവുണ്ട്. ആ നിയന്താവിനെ എവിടെ കണ്ടെത്താൻ കഴിയും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഉണ്ട് എന്നറിഞ്ഞു, അപ്പൊ അത് ജ്ഞാനം. ഇനി അത് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അപ്പോഴാണ് നമ്മൾ ഗുരുക്കന്മാരെ അന്വേഷിച്ചു പോവും, പുസ്തകങ്ങൾ വായിക്കും. ജ്ഞേയം. അപ്പൊ അവര് മനസ്സിലാക്കി തരും, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ജ്ഞേയമായി. ഭഗവാൻ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെ എത്താം എന്ന് പഠിപ്പിച്ചു തരുന്ന ആളാണ് പരിജ്ഞാതാവ്.
അപ്പൊ കരണം ഉണ്ടാവും, കർത്താവ് ഉണ്ടാവും, കർമ്മ ഉണ്ടാവും. ഇതിന്റെ ഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ, എങ്ങനെ അതിനെ എടുക്കുന്നോ. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു തന്നത് നമുക്കെല്ലാവർക്കും ആണെങ്കിലും അർജുനനോട് വേണ്ടി മാത്രം പറയുന്ന ചില സൂചനകൾ ചില സ്ഥലങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കാതെ വ്യാഖ്യാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് തെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ വളരെ ഗഹനമായ കാര്യങ്ങള് ഭഗവാൻ വളരെ ചുരുക്കി മനസ്സിലാകത്തക്ക വിധത്തിലാണ് ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കർമ്മ പഥം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉള്ള അറിവ് തരുന്ന 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഗീതാ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. എനിക്ക് ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ക്ഷമിക്കണം. ഹരി ഓം. ഹരി ഓം. നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി ലളിതമായി വളരെ നല്ല ഉദാഹരണങ്ങളോടുകൂടി കരണം, കാരണം, കാര്യം, കർത്ത ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്ന ഗംഗാക്കേക്ക് നന്ദി. അപ്പോൾ ഇന്ന് മോക്ഷസന്യാസ യോഗം ചാപ്റ്റർ 18 ഭാഗമായ ധാത്രി അക്ക, സരോജിനി അക്ക, ഓമനാസിക്ക അക്ക, ഇന്ദിരാദേവി അക്ക, ശോഭാമോഹൻ അക്ക, ഗിരിജാറക്ക, സരസ്വതി ആറക്ക, ഇ വി നാരായണൻ, ബാക്കപ്പിലിരുന്ന സരോജിനി അക്ക, ഗംഗ അക്ക എന്നിവർക്കും അതുപോലെ ഇവിടെ ശ്രോതാക്കളായി വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നേരെ ഇരിക്കാം. മംഗളസ്തുതിയും ശാന്തിമന്ത്രവും ജപിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം അക്ക.